ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആവണിക്കിപ്പോൾ എങ്ങനെയുണ്ടാവും? അവൾ കണ്ണു തുറന്നിട്ടുണ്ടാവുമോ? തന്നെ അന്വേഷിച്ചിട്ടുണ്ടാവുമോ? തന്നെ കാണാതെ അവൾ ബഹളം വയ്ക്കുമോ? അവളുടെ മനസ്സിലിപ്പോൾ എന്താവും? തന്നോട് വെറുപ്പായിട്ടുണ്ടാവുമോ? എങ്ങനെയാണെന്ന് അറിയുക. ദേവന് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല. ആവണി ഇവിടെ നിന്നും പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഏത് ഹോസ്പിറ്റലിലേക്കാവും അവളെ കൊണ്ടുപോയത്? ആദ്യമായിട്ടാണ് ഇത്രയും നേരം അവളെ പിരിഞ്ഞിരിക്കുന്നത്. അവൾ ജനിച്ചു വീണ നിമിഷം മുതൽ താൻ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. അല്ല, അവൾ ദേവേട്ട എന്ന് വിളിച്ച് എപ്പോഴും തന്റെ പിറകെ നടന്നു. അമ്മയെന്നല്ല, ദേവേട്ട എന്നാണ് അവൾ കൂടുതൽ വിളിച്ചിട്ടുള്ളതെന്ന് അവൻ വേദനയോടെ ഓർത്തു. സീതമ്മയെ ഒന്നുകൂടി വിളിച്ചു നോക്കാം. അവൻ ഫോൺ എടുത്ത് സീതയെ വിളിച്ചു. സ്വിച്ച്ഡ് ഓഫ്. അന്ന് ഹോസ്പിറ്റലിൽ നടന്നത് അവൻ ഓർമ്മ വന്നു. കത്തുന്ന കണ്ണുകളോടെ തന്റെ മുന്നിൽ വന്നു നിന്ന മാധവ മാമ. കുറ്റം പറയാൻ പറ്റില്ല. ഏതച്ഛനും അങ്ങനെ പ്രതികരിക്കും. ദേവന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അയാൾ അവനെ തള്ളി നിരക്കി ഭിത്തിയോട് ചേർത്ത് നിർത്തി അവന്റെ കാതുകളിൽ മുരണ്ടു. മോനെ, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊന്നുകളയും ഞാൻ. നിന്റെ തറവാട് മുഴുവൻ കത്തിയെരിയും. പിന്നെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന വിരൽ എല്ലാവർക്കും നേരെ ചൂണ്ടി. ഇവിടെ അവസാനിച്ചു എല്ലാം. ആവണി എന്ന പേര് ഇനി എല്ലാവരും മറന്നേക്ക്. ഓർക്കാൻ ശ്രമിച്ചാൽ. അയാൾ വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. സ്ട്രെച്ചറിൽ തളർന്ന് കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവരുടെ മുഖം തെന്നി നീങ്ങി മുന്നോട്ടു പോയി കണ്ണിൽ നിന്നും മറഞ്ഞത് അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ആ കൈകൾ തനിക്ക് നേരെ നീണ്ടിരുന്നുവോ? ആ ചുണ്ടുകൾ ദേവേട്ട എന്ന് മന്ത്രിച്ചിരുന്നുവോ? ഇന്നലെ വരെ ദേവന് തന്നിൽ ഏറ്റവും കൂടുതൽ അവകാശം കൽപ്പിച്ചു തന്നവൾ ഇന്ന് അകന്നു പോയിരിക്കുന്നു. ദേവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഈശ്വര, എനിക്ക് ഇനിയും അവളെ ഒന്ന് കാണാതെ വയ്യ. പറിച്ചറിയാൻ കഴിയാത്ത വിധം ആവണി തന്റെ ആത്മാവിൽ വേരുകൾ ആഴ്ത്തി കഴിഞ്ഞു എന്ന് അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങുകയായിരുന്നു. ദേവന്റെ കാർ പുറത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് കടന്നു പോകുന്നത് തൊടിയിൽ നിന്നും കണ്ട ഉമ ഓടി അമ്മയുടെ അടുക്കൽ ചെന്നു. ദേവേട്ടൻ എവിടേക്കാണ് അമ്മേ പോയത്? അവൻ എവിടേക്ക് പോവാൻ? റൂമിലുണ്ടാവും. ഇല്ലമ്മേ, ദേവേട്ടൻ പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇവൻ ഇത് എവിടെ പോയി? ആരോടും പറയാതെ നിനക്ക് ചോദിക്കായിരുന്നില്ലേ ഉമേ? ഞാൻ തൊടിയിൽ നിന്നും ഓടി വന്നപ്പോഴേക്കും കാർ ഗേറ്റ് കടന്നിരുന്നു. രണ്ടുപേരും മുഖാമുഖം നോക്കി. ആവണി എന്നൊരു ഉത്തരം രണ്ടാളും പറയാതെ പറഞ്ഞു. ആയുഷ്മാനെ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അത് ദേവേട്ടനാണെന്ന് വിദൂരമായി പോലും ചിന്തിച്ചിരുന്നില്ല. നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിലോ? പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ തന്നെ നടക്കും. ദേവേട്ടൻ ആയുഷ്മാനിൽ നിന്നും തന്നെ തടഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു. ദേവൻ ഉമയുടേതാണ്, സതിയുടേതല്ല ഈ ജന്മത്തിൽ. പക്ഷേ ദേവേട്ടനോടുള്ള തന്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്നും നേരത്തെക്കാളും 1000 ഇരട്ടിയായി ദേവേട്ടനോടുള്ള സ്നേഹം ഹൃദയത്തിൽ വന്ന് നിറയുന്നതും അവൾ അറിഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ ദേവേട്ടനെ വെറുക്കാനോ മറന്നു കളയാനോ ആവില്ല. ചാരം മൂടിയ കനൽ കണക്കെ ഒരു വേദനയായി അതങ്ങനെ കിടക്കും. പക്ഷെ തനിക്ക് അഭിനയിക്കാൻ കഴിയണം, കഴിഞ്ഞേ പറ്റൂ. ആലോചനയിൽ മുഴുകിയിരുന്ന ആവണി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടെങ്കിലും ബില്ലടയ്ക്കാൻ പോയ അമ്മയാവും എന്ന് കരുതി തിരിഞ്ഞു നോക്കിയില്ല. ആരാ? അച്ഛൻ സഹായത്തിന് നിർത്തിയിരിക്കുന്ന സ്റ്റാഫ് ലീന ചേച്ചിയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ പതിയെ തിരിഞ്ഞു നോക്കി. ഒരു വിറയൽ അവളിൽ കൂടി കടന്നുപോയി. ദേവനെ അവൾ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും അവളുടെ മനസ്സ് അവനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യം മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കുന്നതിൽ അവൾ പൂർണ്ണമായും വിജയിച്ചിരുന്നു. തറവാട്ടിലുള്ളവരെ അച്ഛൻ വിലക്കിയതും ഹോസ്പിറ്റലിൽ ഉണ്ടായ പ്രശ്നങ്ങളും അമ്മ അവളോട് പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം കാണുന്ന ദേവനെ അവൾ കണ്ണെടുക്കാതെ നോക്കി. ചീകി ഒതുക്കാത്ത മുടിയിഴകൾ, തിളക്കം മങ്ങിയ കണ്ണുകൾ, ക്ഷീണിതമായ മുഖഭാവം, തോന്നിയ പോലെ ധരിച്ചിരിക്കുന്ന ഷർട്ടും മുണ്ടും. എന്നും കാലത്തും സന്ധ്യയ്ക്കും കുളത്തിൽ മുങ്ങിക്കുളിക്കാറുള്ള ദേവൻ ഇന്ന് കുളിച്ചിട്ട് പോലുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി.
അവളുടെ നെഞ്ചു വിങ്ങി, ചുണ്ടുകൾ വിതുമ്പാൻ വെമ്പി. എന്തിനെന്നറിയാതെ ദേവൻ പതിയെ അടിവെച്ച് മുന്നോട്ട് നടന്നു. ആവണി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ആവണി. അവന്റെ ചുണ്ടുകൾ തളർച്ചയോടെ ചലിച്ചു. ഒറ്റ കുതിപ്പിന് ആരോ തട്ടിവിട്ടതുപോലെ ആവണി മുന്നോട്ടോടി അവന്റെ തൊട്ടരികിലായി വന്നു നിന്നു. ദേവന്റെ നിശ്വാസം അവളുടെ നെറുകയിൽ അവൾ അറിഞ്ഞു. പെട്ടെന്ന് ദേവന്റെ കൈകൾ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു. അവന്റെ കണ്ണുനീർ അവളുടെ നെറുകയിൽ പൊള്ളലേൽപ്പിച്ചു. ദേവാ! ഹോസ്പിറ്റലിലാണെന്ന കാര്യം പോലും മറന്ന് അവിടേക്ക് വന്ന മാധവൻ അലറി. ദേവൻ പിടിവിട്ടില്ലെങ്കിലും ആവണി അവനിൽ നിന്നും അകന്നു മാറി. മാധവൻ കൊടുങ്കാറ്റുപോലെ ദേവനടുത്തേക്ക് വന്നു. അടുത്ത നിമിഷം അയാളുടെ കൈ അവന്റെ കവിളിൽ ആഞ്ഞു പതിച്ചു. ദേവൻ ഒരു പ്രതികരണവുമില്ലാതെ നിന്നുകൊടുത്തു. ആവണിയുടെ രക്തം തിളച്ചു. വീണ്ടും മാധവന്റെ കൈ പൊങ്ങിയെങ്കിലും അച്ഛാ എന്ന ആവണിയുടെ ശബ്ദം അയാളുടെ കൈ താഴ്ത്തി. നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ, നീയും നിന്റെ വീട്ടുകാരും ഇനി എന്റെ കുഞ്ഞിന്റെ അയലത്ത് പോലും വരരുതെന്ന്. എന്നിട്ടും നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ദേവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. അവന്റെ ആ തളർച്ച ആവണിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അച്ഛാ, എന്തിനാ ദേവേട്ടനോട് ദേഷ്യപ്പെടണേ? എന്നെ ഒന്ന് കാണാൻ വന്നേനോ? വേണ്ട, ഞാൻ അച്ഛന് വാക്ക് തന്നിട്ടില്ലേ, പിന്നെന്താ? അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? അപ്പോഴേക്കും ബില്ല് ക്ലോസ് ചെയ്ത് മെഡിസിൻ വാങ്ങാൻ പോയ സീത അവിടേക്ക് വന്നു. ദേവനെ അവർ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ദേവേട്ട, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ആരോടും പരിഭവമില്ല. ഞാൻ ഇനി അവിടേക്കില്ല. ഇനി ആരും എന്നെ അന്വേഷിച്ച് വരണ്ട, ആരും. ദേവേട്ടൻ പോയിക്കോളൂ. ദേവന്റെ മുഖത്ത് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് പോയി. ആവണിയുടെ മനസ്സിന്റെ വിങ്ങൽ അത്രയും അവളുടെ വാക്കുകളുടെ ദൃഢതയായി പ്രതിഫലിച്ചു. ആവണിയുടെ റൂമിൽ നിന്നും ഇറങ്ങി മുന്നിലെ ഇടനാഴിയിലൂടെ അവൻ പുറത്തേക്ക് നടന്നു. ദേവേട്ടൻ പൊയ്ക്കോളൂ എന്ന അവളുടെ വാക്കുകൾ അവന്റെ ചെവിയിൽ പ്രതിഫലിച്ചുകൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മറഞ്ഞു വന്നു. മുന്നിലുള്ള ഇരുട്ടിൽ അല്പം വെളിച്ചത്തിനായി അവൻ പരതി. ദേവൻ കടന്നുപോയ വാതിക്കലേക്ക് നോക്കി അവൾ നിന്നു. സീത തോളിൽ തൊട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ഒന്ന് പൊട്ടിക്കരയാൻ കൊതിച്ചെങ്കിലും അപ്പോൾ അവൾക്ക് അതിനുള്ള അനുവാദമുണ്ടായിരുന്നില്ല. പൊയ്ക്കോളൂ എന്ന് നാവ് ചലിച്ചപ്പോഴും പോവരുതേ എന്ന് അവളുടെ ഹൃദയം മന്ത്രിച്ചത് ദേവൻ കേട്ടുവോ? ദേവൻ നടന്നു മറഞ്ഞുകൊണ്ടിരുന്നു. അവൻ അകലും തോറും ആവണിയുടെ നെഞ്ചിന്റെ വിങ്ങലും കൂടി വന്നു. ആ വിഷാദഗാനത്തിന്റെ വരികൾ അവിടെയെങ്ങും മുഴങ്ങിക്കൊണ്ടിരുന്നു. ആവണിയും ദേവനും മാത്രം അത് കേട്ടു. നിറഞ്ഞ മിഴിയും തളർന്ന മൊഴിയും പിരിഞ്ഞു പോകും വിഷാദയാമം. വിരിഞ്ഞൊരഴകുകൾ പൊഴിഞ്ഞു വീഴുകെ, ഇതളിടും ആശകൾ മിഴിപൊത്തിക്കരയവേ. എത്രയകന്നു കഴിഞ്ഞാലും നീ ഏതു തുരുത്തിൽ മറഞ്ഞാലും, നിറഞ്ഞൊരിരുളിൽ തുഴഞ്ഞു വരവേ, എന്റെ കിനാവിങ്കൽ മൺതോണിയിൽ നീ വിരുന്നുവരില്ലേ അഴകെ. ജന്മങ്ങൾ പല കോടികൾ പെയ്തു കഴിഞ്ഞാലും, നിറഞ്ഞ മിഴിയും തളർന്ന മൊഴിയും പിരിഞ്ഞു പോകും വിഷാദയാമം.